കൈക്കൂലി കേസിൽ ഇഡിക്ക് കുരുക്കുമുറുകുന്നു. അന്വേഷണം കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥരിലേക്ക്. അതേസമയം കൂടുതൽ പരാതികൾ ലഭിച്ചെന്ന് വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞു. പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചെന്നും വിജിലൻസ് എസ് പി പറഞ്ഞു. നിലവിലിപ്പോൾ ഇന്നലെ രാത്രി വരെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് പരിശോധിച്ച് നോക്കണം. ചോദ്യം തുടരുകയാണ്. ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. എന്തായാലും നമ്മുടെ അടുത്ത് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. ആരുടെ ഓഫീസ്? റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. കുറച്ച് ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് പറയാം. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അർച്ചന, നിലവിൽ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന 3 പരാതികൾ. കൊല്ലത്തെ 2 വ്യവസായികൾ, കൊട്ടാരക്കരയിലും കൊല്ലത്തുമുള്ള 2 കശുവണ്ടി വ്യവസായികൾ, ഒപ്പം തന്നെ ഒരു ബിഷപ്പ് അടക്കം 3 പേരാണ് ഇഡിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. 2 കോടി രൂപയാണ് ഈ 3 പേരോടും ഇഡിയുടെ ഇടനിലക്കാരൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇന്ന് വിജിലൻസ് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഇഡിയിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. വലിയ തരത്തിൽ വിശദമായ അന്വേഷണം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ അന്വേഷണ വിവരങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇഡി കൂടുതൽ കുരുക്കിലാവുകയാണ്. സിജു, തീർച്ചയായും അഴിമതിയിലും പണമിടപാടിലുമെല്ലാം തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. തുടക്കം മുതൽ ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഒപ്പം ഇവരുടെ മൊഴി ഒക്കെ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇനി പ്രധാനമായും രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ, അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായും നിർണായകമാകാൻ പോകുന്നത്. കാരണം അതിൽ പല രേഖകളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല ഇയാളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. അതിലെ വിവരങ്ങളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമാണ്. മാത്രമല്ല കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വരികയാണ്. പലരിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ആളുകൾ സമീപിച്ചതെന്നാണ് ഈ പരാതിക്കാരെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും ഇഡി വിജിലൻസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ ഈ നിലവിൽ 3 പ്രതികളാണ് വിജിലൻസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. ഈ ചോദ്യം ചെയ്യലിലൂടെ ഈ 1-ാം പ്രതിയായ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പങ്ക്, ഇഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് കൂടി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിലൂടെ വ്യക്തമാകും. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പേര് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇന്നലെ പരാതിക്കാരനും ഉന്നയിച്ച ഒരു പേരുണ്ട്. അത് ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ്, വിനോദ് കുമാറിൻ്റെത്. അയാളിലേക്കും അന്വേഷണം നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ നിരവധി ആളുകളുടെ ഇഡി ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുകയാണ്. ഇനി പ്രധാനമായും ഈ കേസിൽ നിർണായകമാകാൻ പോകുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ആ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരിക്കും എന്തായാലും ഈ 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഇയാളുമായി ഈ രഞ്ജിത്ത് വാര്യർക്ക് വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ട്. നിരന്തരം ഇഡി ഓഫീസ് സന്ദർശിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ രഞ്ജിത്ത് വാര്യർ. മാത്രമല്ല ഇഡി സൂക്ഷിക്കേണ്ട പല രേഖകളും ഇത്തരത്തിൽ ഇയാളുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുക രഞ്ജിത്ത് വാര്യരും ഒപ്പം ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെയും ചോദ്യം ചെയ്യലും ഒപ്പം ഈ ശേഖർ കുമാറിൻ്റെ ചോദ്യം ചെയ്യലുമാണ്. എന്തായാലും ശേഖർ കുമാറിൻ്റെ ചോദ്യം ചെയ്യൽ ഈ തെളിവെടുപ്പിന് ശേഷം, അതായത് വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന വിജിലൻസ് പറയുന്നുണ്ട്. എന്തായാലും ആ അടുത്ത ഘട്ടത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകുക. നിലവിൽ ഈ 3 പേരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ലഭ്യമാണ്. എന്തായാലും കൂടുതൽ വിജിലൻസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുകയാണ്. കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കുരുക്കിലേക്ക് പോവുകയാണ്. ഇതുകൂടാതെ നിരവധിയായ പരാതികളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. സിജു, അർച്ചന, ഇതിനകത്ത് ഒരു നിർണായക പങ്ക് എന്ന് പറയുന്നത് രഞ്ജിത്ത് വാര്യർ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അനീഷ് ബാബു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ രഞ്ജിത്ത് വാര്യരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്? ഏതായാലും ഒരുപക്ഷെ ഈ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് നിർണായകമായിരിക്കും. അനീഷ് ബാബുവിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റു പല വ്യവസായികളുടെയും വിവരങ്ങൾ രഞ്ജിത്ത് വാര്യരുടെ കയ്യിലുണ്ടാകാം. ഈ വിവരങ്ങൾ തന്നെയായിരിക്കാം ഇഡിക്ക് കൈമാറിയത്. വളരെ കൃത്യമായൊരു നെറ്റ്വർക്ക് ഇവർ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 1-ാം കണ്ണി ഇഡി, 2-ാം കണ്ണി ഈ രഞ്ജിത്ത് വാര്യർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ രഞ്ജിത്ത് വാര്യർ മാത്രമാണോ ഇതിൽ ഈ പങ്കാളിയായിട്ടുണ്ടെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടനിലക്കാർ വഴി കാര്യങ്ങൾ പണം വിരട്ടി വാങ്ങുന്നു. ഇതാണ് അതിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ തെളിവ് നിർണായകമാകുന്നത്. ഈ രഞ്ജിത്ത് വാര്യരിൽ നിന്ന് പിടിച്ചെടുത്ത ആ തെളിവുകൾ ഇനി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിനുള്ള സൂചനയാണ് ലഭിക്കുന്നത്, അല്ലേ അർച്ചന?
തീർച്ചയായും സിജു, ഇതിന്റെ മുഖ്യ കണ്ണി നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ രഞ്ജിത്ത് വാര്യരാണ്. രഞ്ജിത്ത് വാര്യരുടെ ഇതിൽ കൂടുതൽ ED അന്വേഷണം, അതായത് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്. ഇവർക്കെല്ലാം തന്നെ ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇതിന്റെ ഇടനിലക്കാർ ആയി പ്രവർത്തിച്ച വിൻസനും ഒപ്പം ഈ മുകേഷുമാണ്. ഇവരുടെ എല്ലാം തന്നെ മൊഴി ആദ്യഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി ഇവർ 3 പേരും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും പുറത്തുവരും. ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഈ കേസുകൾ ഒതുക്കി തീർക്കാൻ ഇടപെട്ടിരുന്നത്, അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഈ രഞ്ജിത്ത് വാര്യരാണ്. ഈ രഞ്ജിത്ത് വാര്യരാകട്ടെ EDയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. നിരന്തരം EDയിൽ സന്ദർശിക്കുന്നയാൾ, EDയുടെ പല വിവരങ്ങളും കയ്യിലുള്ളയാൾ. മാത്രമല്ല ഈ 30-ലധികം വരുന്ന ആളുകളുടെ വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇയാളുടെ കൈപ്പക്കലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ റെയ്ഡിൽ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള അടിവരയിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതിൽ ശരി, അർച്ചനയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. EDയുടെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ് വിജിലൻസ് വ്യക്തമാക്കിയത്. വിവരങ്ങളാണ് അർച്ചന കൊച്ചിയിൽ നിന്ന് നൽകിയത്.